തൃശ്ശൂരിൽ 4 സെന്ററുകൾ പോലീസ് സ്റ്റേഷനിൽ 4 റീപോളിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവില്ലാമല പഞ്ചായത്തിലെ പൂതലക്കര, പടയന്നൂർ പഞ്ചായത്തിലെ വെള്ളാർകുളം, അരിമ്പൂർ പഞ്ചായത്തിലെ കുന്നത്തങ്ങാടി, എറവ് സൗത്ത് എന്നീ 4 സ്ഥലങ്ങളിലാണ് നാളെ റീപോളിംഗ് നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനം അല്പം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. പക്ഷേ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. കാരണം കളക്ടറുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. കളക്ടർ റിപ്പോർട്ട് അയച്ചു എന്നെങ്കിൽ പോലും ഇവിടെ ലഭിച്ചില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ ഇതുവരെയും റീപോളിംഗ് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വാർത്തയും ഇതിനോടൊപ്പം പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ദിൽജിത്ത് കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി തൃശൂർ റിപ്പോർട്ടർ. ദിൽജിത്ത്, 4 തൃശൂരിൽ റീപോളിംഗ് നടത്താൻ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും അരിമ്പൂർ, പഴയന്നൂർ, തിരുവില്ലാമല എന്നീ സ്ഥലങ്ങളിലെ 4 ബൂത്തുകളിലാണ് ഇപ്പോൾ റീപോളിംഗിനായി ിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പോളിംഗ് വെച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ 4 കേന്ദ്രങ്ങളിലും യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് പോളിംഗ് മുടങ്ങിയിരുന്നു. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ 60ഓളം വോട്ടിംഗ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയുണ്ടായി. തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ വിരുദ്ധരെ വിളിക്കുകയും തുടർന്ന് പകരം മെഷീനുകൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ള യന്ത്രങ്ങൾ റിപ്പയർ ചെയ്യുകയോ ചെയ്ത് ആണ് പരിഹാരം കണ്ടെത്തിയത്. എന്നാൽ ഈ 4 കേന്ദ്രങ്ങൾ, അരിമ്പൂരിലെ 2 പോളിംഗ് ബൂത്തുകളും പഴയന്നൂരിലെയും തിരുവല്ലാമലയിലും ഓരോ ബൂത്തുകളും യാതൊരുവിധ പരിഹാരവും കണ്ടെത്താനായിരുന്നില്ല. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ രാവിലെ 7:30 മുതൽ കാത്തു നിന്നിരുന്ന ആളുകൾക്ക് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനായിരുന്നില്ല. ഈ ബൂത്തുകളിലെല്ലാം തന്നെ വീണ്ടും യന്ത്രങ്ങൾ എത്തിച്ച് വോട്ടിംഗ് നടപ്പാക്കുമ്പോൾ അപ്പോൾ ആ യന്ത്രം കേടായിരുന്ന സമയത്ത് വോട്ട് ചെയ്യാനെത്തിയവരുടെ അവർക്ക് കൂടി വീണ്ടും നഷ്ടപ്പെട്ട സമയം വീണ്ടും നൽകേണ്ടി വരും. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യന്ത്രം എത്തിച്ച് വീണ്ടും പോളിംഗ് നടത്തുകയാണെങ്കിൽ ഈ വീണ്ടും പോളിംഗ് സമയം 5 മണിക്ക് ശേഷവും നീട്ടി നൽകേണ്ടതായി വരും. അപ്പോൾ രാത്രി വൈകിയും പോളിംഗ് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരിക്കും അത് നീണ്ടുപോകുക എന്നൊരു വിലയിരുത്തലുണ്ടായി. തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ RDO, ജില്ലാ കളക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയും തുടർന്ന് ഇത്തരത്തിൽ റീപോളിംഗിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിൽ റീപോളിംഗ് നടത്താനായിട്ടുള്ള ഒരു ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അരുൺ, ദിൽജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. തൃശ്ശൂരിൽ 4 നാളെ റീപോളിംഗ് നടക്കും. അരിമ്പൂർ, കുന്നത്തങ്ങാടി, പഴയന്നൂർ അടക്കമുള്ള 4 മേഖലകളിലാണ് നാളെ റീപോളിംഗ് നടക്കുക. മലപ്പുറത്തും വ്യാപകമായ തരത്തിൽ ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വൈകി. പക്ഷേ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് നേരത്തെ പറയുകയും ചെയ്തത്.